അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും മജീസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ആഗ്രഹിച്ച വലിയൊരു രസമുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഊട്ടി യാത്രയിൽ നമ്മൾ വന്ന് നമുക്ക് നല്ല പച്ചക്കറി കൃഷികളും അതിൻ്റെ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്കാണ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നാടുകാണി ചുരവും അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഏകദേശം ഇവിടെയാണ് എത്തിയിട്ടുള്ളത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടാണ് അടിപൊളി കാഴ്ച കാണാനുള്ളത്. ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കാണണേ. നാട്ടിൽ പശുക്കളൊക്കെ ഇങ്ങനെ തൊടിയിലൂടെ മേയുന്ന പോലെ ഇവിടെ നമുക്കിങ്ങനെ എന്താ കുതിരകളാണ് ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നത്. അതൊരു രസമുള്ള കാഴ്ചയാണ്, കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ ഊട്ടിക്കുള്ള ഈ യാത്രക്കിടയിൽ വേറൊരു സുന്ദരമായൊരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സൂപ്പർ കാഴ്ചയാണ്. സമയം ഏകദേശം 2 മണിയായി. നമുക്ക് ചെറുതായിട്ടൊക്കെ ഫുഡ് കഴിക്കണമെന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ടീമൊക്കെ ഒന്ന് ഇറങ്ങി ചെറിയൊരു ഭക്ഷണം ഉണ്ടാക്കലാണ്. നല്ല രസമുള്ള സ്ഥലമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 മണി കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ ഒന്ന് ചൂടാക്കി. സൂപ്പറാണ്, ഭയങ്കര തണുപ്പാണ്. തണുത്ത ഭക്ഷണം കഴിക്കേണ്ട വെച്ചിട്ട് അടിപൊളി ഗ്യാസ് കൊണ്ടുവന്നിട്ടുണ്ട്. ചൂടാക്കിയിട്ട് കഴിക്കാനുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിങ്ങനെ പോവാണ്. ഏകദേശം ഊട്ടിയിലേക്കൊക്കെ എത്താറായി. ഓക്കെ, അപ്പോൾ നമ്മൾ ഊട്ടിയിലെത്തി. ഊട്ടി മൊത്തത്തിലൊന്ന് ആ ടൗണിലും പരിസരത്തൊക്കെ ഒന്ന് നോക്കുമ്പോൾ പഴയ മാതിരിയുള്ള ഒരു ഉഷാറൊന്നുമില്ല. ഇപ്പോൾ ഈ ലോക്ക്ഡൗണും ഈ കൊറോണ കാരണമൊക്കെ അല്ലേ? അപ്പോൾ കൊറോണ കാരണമൊക്കെ ബ്ലോക്കായി ഇന്നിപ്പോൾ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് അവിടെയുള്ള ഗാർഡനിലും മറ്റുള്ളതിലൊന്നും പോകാൻ താല്പര്യമില്ല. പിന്നെ നമ്മൾ കുറച്ചുകൂടെയൊക്കെ പുറത്ത് പോയിട്ട് വല്ല പച്ചക്കറി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കാണാനോ പറിക്കുന്നതോ എടുക്കുന്നതൊക്കെ പറ്റുമോ നോക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ അതിനും കഴിയുന്നില്ല, വൈകുന്നേരം ആയത് കാരണം. ഇപ്പോൾ നമുക്കിവിടെ കുറച്ചൊക്കെ കാണാൻ കണ്ടില്ലേ, നമ്മുടെ പുറകിൽ കാണുന്ന അതാണ്ടില്ലേ, അത് ക്യാബേജാണ്. നല്ല ഉഷാറായിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പറ്റുവാണെങ്കിൽ ഒന്ന് പോയി നോക്കാം നമുക്ക്. അതുപോലെ ബീട്രൂട്ട്, ക്യാരറ്റ്, ബീട്രൂട്ട് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അതുപോലെ തേയിലത്തോട്ടാണ് മുകളിൽ കാണുന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടെ, വളരെ ബ്യൂട്ടിഫുള്ളാണ്, നല്ല രസമാണ്. പറ്റുവാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് വെജിറ്റബിളിനെ കുറിച്ച് എന്തെങ്കിലും കാണിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ ഞങ്ങൾ. അപ്പോൾ നമ്മുടെ യാത്ര ഊട്ടി സെൻട്രലിലെത്തി. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മക്കൾ നമ്മുടെ ഊട്ടിയിലുള്ള ബൊട്ടാണിക്കൽ ഗാർഡൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് അതൊന്ന് കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അവരെ അവിടെ കയറ്റിയതിന് ശേഷം ഞാനും നമ്മുടെ ആബിദ് സാറും കൂടെ അവിടെ നിന്ന് പച്ചക്കറി കൃഷിയിടോ അന്വേഷിച്ചങ്ങനെ പുറപ്പെട്ടതാണ്. ആ പോകുന്ന വഴിയിലാണ് നമുക്ക് ഒരു ലക്ഷ്മണനെ പരിചയപ്പെടാൻ കഴിഞ്ഞത്. ബാക്കി അദ്ദേഹവുമായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ലക്ഷ്മണനെ പരിചയപ്പെട്ടപ്പോൾ വളരെ സന്തോഷമായി. കാരണം നമ്മൾ കോട്ടക്കലിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. കാരണം അദ്ദേഹം ഒരു 3 വർഷത്തോളം മഞ്ചേരിയിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനൊരു ഇവിടെ നിന്നൊരു 6 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊരു കൃഷിയിടം ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് അതൊക്കെ ഒന്ന് കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ നേരത്തെ മുകളിൽ അത് കാണുന്നത് ബീട്രൂട്ടാണ് അല്ലേ? முட்டைக்கோஸ் இங்க இந்த கீழே அதெல்லாம் அது பதில பீட்ரூட்டா இருக்கு. அது பீட்ரூட் சார். இது வந்து கேரட் பச்சை. இது இந்த பச்சை கலர்ல காணுது கொத்தமல்லி செடி மாதிரி இருக்குது பீட்ரூட். கேரட் ரைட். இன்னும் நல்லா பக்கத்துல அங்க அந்த மோல்ல ஏதாவது பார்க்கறது என்ன? மைசூர் பேலஸ் இங்க இருக்கா? பேலஸ் அதுதான் பேலஸ் இருக்கா? பேலஸ் அது வந்து பழைய காலத்து ராஜாவுடைய அரண்மனை. ஓஹோ. அதை எடுத்துட்டு ஸ்கூலா பண்ணிருக்காங்க. இப்போ ஸ்கூலா இருக்கு. இன்டர்நேஷனல் ஸ்கூல். குட்ஷப்பர் இன்டர்நேஷனல் ஸ்கூலா இப்போ அது இல்ல? இப்போ அங்கே ஒன்று இருக்குது 6 கிலோமீட்டருக்கு அப்புறம் இருந்து. அது எந்த ஃபுல்லாகிட்டு உண்டு അവിടെ.
அது மெயின் ஸ்கூல் அங்கே இருக்குது. மெயின் ஸ்கூல் நீங்கள் போகிற வழியில் உண்டு. ഓക്കെ ഓക്കെ. நீங்கள் போகிற വഴിയിൽ കാണலாம். ഇപ്പോൾ നമ്മുടെ അണ്ണനക്ക് ഒരു വെജിറ്റബിൾ ഫാമൊക്കെ ഉണ്ട്. പക്ഷെ അത് ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ പോകണം എന്നാണ് പറയണത്. പുള്ളിപ്പം വീട്ടിൽ പോകണം, വേറെ എന്താ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെയും കൂട്ടി പോയി നമുക്ക് അവിടെ ഒന്ന് കാണാമായിരുന്നു. അണ്ണനിപ്പോൾ ഫ്രീ ഇരിക്കാം, ഒന്ന് പോയി பார்க்கறதுக்கு கொஞ்சம் அதான் சார் நான் வண்டி இருக்குது, வண்டியில் போய் எந்த வண்டி இருக்குது, பைக் இருக்குது. நான் வண்டியில் தான் வந்திருக்கேன். ஆ சரி நான் இப்போ வீட்டுக்கு போகணும் அர்ஜென்ட்டாக. அதுக்கு வீடுங்க வீடு எனக்கு அங்கே மேலே தொட்டப்பேட்டை தொட்டுப்பேட்டை எவரெஸ்ட். ஓ எவரெஸ்ட்டில் அங்கே இருக்கிறேன். ஆ இங்கே போனீங்கன்னா பச்சைக்கறி கலவரது எல்லாமே கிளியர் ஆகிட்டு அதை காணலாம். അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ മുൻഭാഗത്ത് ഈ കാണുന്നത് ഒരു ഇൻ്റർനാഷണൽ സ്കൂളാണ്. എല്ലാവർക്കും അറിയാം, അത് ഗുഡ് ഷെപ്പേർഡ് ഇൻ്റർനാഷണൽ സ്കൂളാണ്. അതിൻ്റെ മുന്നിൽ കൂടെയുള്ള ഒരു യാത്രയാണ്. പോകുന്ന വഴിയിൽ നമുക്കൊരു ക്യാരറ്റ് ക്ലീനിങ്ങിൻ്റെ ഒരു സെൻറ്റർ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വളരെ രസകരമായ കാഴ്ചയാണ്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് കാണാം. ഇത് കണ്ടില്ല, അപ്പോൾ അതാ ക്യാരറ്റ് നമ്മൾ ഈ പിന്നെ സ്ഥലത്ത് നിന്ന് പറിച്ചു കൊണ്ടുവന്നിട്ട് ആ കൊണ്ടുവന്ന ഉടനെയുള്ള അവസ്ഥയാണത്. അത് പിന്നെ അതിൽ തണ്ണി ഉള്ളിൽ അതിൻ്റെ അടിയിലേക്ക് തള്ളിപ്പോയി ക്ലീൻ ചെയ്ത് പോകും. മുപ്പരട്ടോ அதுக்குள்ளே தள்ளி கொடுக்கும். அது மாதிரி கை கொடு. ஓ ஓ இப்போ வந்து கிளீனிங் மட்டும்தான், இப்போ ஒர்க் இல்லை. ആ ശരി. ഇപ്പോൾ നമുക്ക് കാണാൻ കണ്ടില്ല, മണ്ണൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടുന്ന് പറമ്പിൽ പറിച്ചു കൊണ്ടുവന്ന ഉടനെതാ ഇത് കണ്ടില്ല, അതാ ഇങ്ങനെയാണിത് കഴുകുന്ന സിസ്റ്റം. അപ്പോൾ ആ ക്യാരറ്റ് പറിച്ചു കൊണ്ടുവന്ന് ഇവിടെ തട്ടി കൊടുക്കും. എന്നിട്ട് അതങ്ങനെ മുകളിലേക്ക് കണ്ടില്ല, ആ ഓരോരോ തട്ടുകളായിട്ട് കുറേശ്ശെ അങ്ങനെ മുകളിലേക്ക് കയറി കൊണ്ടുപോകാം. இனி இது கழுகி க்ளீன் ஆகிட்டு எப்படி அங்கே வருமா, அங்கே லாஸ்ட்டில் வருமா? பார்க்கலாமா? ഇതാണ് ഈ കാണുന്ന മെഷീൻ. ഈ മെഷീനിലാണ് ഇട്ടിട്ട് കഴുകുന്നത് മൊത്തത്തിൽ. അതിൻ്റെ ഉള്ളിൽ മുഴുവൻ ക്യാരറ്റാണ്. അത് മെഷീനറിയിൽ കിടന്ന് ക്ലീനിങ്ങിലായിട്ട് ഇതിൽ വരും അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇത് കണ്ടില്ല, നമുക്ക് കാണാം നല്ല സൂപ്പറായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഇത് കണ്ടില്ലേ? ഓക്കെ ഓക്കെ. എടുക്കലാമാ. ഇപ്പം ഏകദേശം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടില്ലേ മുകളിലേക്ക് അങ്ങനെ കയറി പോകുന്നൊരു നല്ല രസമുള്ള കാഴ്ചയാണ്. നടക്കുന്നതിനിടയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വീണ് കിടക്കുന്നുണ്ട് കുറേ ചാക്കലിതാ. കുറേ തൊഴിലാളികൾ അത് പാക്ക് ചെയ്യുന്നു, നടക്കുന്നു. നല്ല രസകരമായ ഒരു കാഴ്ചയാണ്. നമ്മളിതുവരെ കാണാത്തൊരു കാഴ്ചയാണിത്. ഇത് കണ്ടില്ലേ, ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ചാക്കിലാക്കി വെച്ചിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കാണാനും, എന്തൊരു രസമുണ്ട് അറിയാം. സൂപ്പറാണിത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട അവിടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് ഇതുവഴി ഇങ്ങനെ വന്ന് ലാസ്റ്റ് വന്ന് വീഴുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. ഇങ്ങ ലാസ്റ്റ് ഇങ്ങ വരുമാ. ഈ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് നല്ല സൂപ്പർ ക്യാരറ്റാണ് ചാക്കിൽ വന്ന് വീഴുന്നത്. അപ്പോൾ അതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചെറിയ ചെറിയ വേസ്റ്റുകൾ, കഷ്ണങ്ങൾ, ആവശ്യമില്ലാത്തതൊക്കെ അവർ മാറ്റി ഇടുകയാണ് സ്പീഡാക്കിയിട്ട്. ബാക്കി അത് കഴിഞ്ഞിട്ട് ഫൈനലിൽ നല്ല ക്യാരറ്റാണ് വന്നിട്ട് ഇവർ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ചാക്കിലാക്കിയിട്ട് അടുത്തത് അവർ ഇതുപോലെ പാക്കിങ്ങിന് എക്സ്പോർട്ടിന് വേണ്ടി കയറ്റി അയക്കാൻ വേണ്ടി, നമ്മുടെ നാട്ടിലേക്കൊക്കെ കയറ്റി അയക്കാൻ വേണ്ടിയിട്ട് സഞ്ചിയിൽ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണത്. ഒക്കെ തുന്നിക്കെട്ടി ലോറിയിൽ കയറ്റാനുള്ള റെഡിയിലാക്കി വെച്ചിരിക്കുകയാണ്. ഇതാ നമുക്ക് കാണാം വണ്ടികളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ അങ്ങനെ കയറ്റാൻ വേണ്ടിയിട്ട്. നല്ല രസമാണിത്. இது வந்து ஃபஸ்ட் குவாலிட்டி. ஃபஸ்ட் குவாலிட்டி வேறு சாக்கில் போடும், செகண்ட் குவாலிட்டி வேறு சாக்கில் போடும். പിന്നെ വേറെ இருக்கா? தேர்ட் குவாலிட்டி இருக்கா? இல்லை, ஃபஸ்ட்டு செகண்டு அது அங்கேருந்து அவர் கன்ஃபார்ம் பண்ணும்.
ഫസ്റ്റ് വേറെ സെക്കൻഡ് വേറെ ഓക്കെ ഓക്കെ ആ தலையிட்டது வந்து செகண்ட் குவாலிட்டி ഇതല്ല ആ தலையிடாதது வந்து ஃபர்ஸ்ட் குவாலிட்டி ഏത് എന്താ പച്ച ചപ്പ് പൊട്ടതാ അത് സെക്കൻഡ് ക്വാളിറ്റിയാ ഓക്കെ അപ്പോൾ ഗൈസ് നമുക്ക് വേറെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ചാക്കിൽ നിറച്ചിട്ടുണ്ടല്ലോ ഈ ചാക്കിൽ നിറച്ചതിൻ്റെ മുകളിൽ ഈ ചപ്പ് ഉണ്ടല്ലേ മല്ലിയുടെ ഈ ക്യാരറ്റിൻ്റെ ചപ്പ് ഈ ചപ്പ് വെച്ച് കെട്ടി നമുക്കിവിടെ കാണാം ഇത് സെക്കൻഡ് ക്വാളിറ്റിയാണ് അപ്പോൾ നമുക്ക് ചാക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം ഏതാണ് സെക്കൻഡ് ക്വാളിറ്റി എന്ന് അല്ലാതെ ഇരിക്കുന്ന ഈ ചപ്പില്ലാതെ കെട്ടി വെച്ചതൊക്കെ ഫസ്റ്റ് ക്വാളിറ്റിയാണ് അത് ഒരു പുതിയൊരു അറിവാണ് നമുക്ക് ഏതായാലും നമുക്ക് അങ്ങനെ പോകുമ്പോഴാണ് പുതിയ പുതിയ അറിവുകൾ കിട്ടുന്നത് ഏതായാലും സൂപ്പറായിട്ടുണ്ട് തമിഴ്നാട്ടിൽ ഊട്ടിയിൽ വന്നിട്ട് നമുക്ക് ക്യാരറ്റ് വലിയൊരു ആഗ്രഹമായിരുന്നു അതൊക്കെ ഒന്ന് നേരിട്ട് കാണണം ഇനി എൻ്റെ കൃഷിയിടം കൂടെ കാണണമെന്നൊരാഗ്രഹമുണ്ട് ചിലപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കാണാൻ പറ്റും ഒക്കെ കയറ്റി അയക്കാൻ വേണ്ടി ഇങ്ങനെ ലോഡ് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കാണാതാ അത് ആ പച്ച ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പച്ച മുകളിൽ ചപ്പ് വെച്ച് കെട്ടുന്ന ഒരു സെക്കൻഡ് ക്വാളിറ്റിയാണ് അതുപോലെ തന്നെ ഇതവിടെ ബീട്രൂട്ടാണ് അതൊക്കെ രാവിലെ ആണെങ്കിൽ ഇതെല്ലാം കാണാൻ പറ്റിയിരുന്നു ഇപ്പോൾ ഒരുപാട് വൈകുന്നേരം ആയതുകൊണ്ടെല്ലാം ലോഡ് കയറ്റി പോയി കുറച്ചെവിടെ ഉള്ളൂ ബീട്രൂട്ടാണ് ഇവിടെ അട്ടിയിട്ടിരിക്കുന്നത് കയറ്റാൻ വേണ്ടി വണ്ടിയിലേക്ക് അപ്പോൾ നമ്മളിങ്ങനെ യാത്ര പോകുന്ന വഴിയിൽ നമ്മുടെ ഷൺമുഖൻ അണ്ണൻ നമ്മളെ ദോസ്താണ് മഞ്ചേരിയിലൊക്കെ ജോലി ചെയ്ത ആളാണ് 3-4 വർഷം ഇപ്പോൾ അവിടെ വന്ന് കണ്ട് പരിചയപ്പെട്ടതാണ് അപ്പോൾ പുള്ളിക്ക് നമ്മോട് പ്രത്യേക സ്നേഹമുണ്ട് കേരളത്തിൽ നിന്ന് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അങ്ങനെ മുഴുവൻ കാണിച്ചു തന്നാണ് വളരെ സന്തോഷം എന്നാൽ നല്ല ഫുള്ള് കണ്ടിട്ടുണ്ട് നമ്മളൊരു ക്യാരറ്റിൻ്റെ ഒരു ക്ലീനിങ്ങിൻ്റെ ഒരു ഇതാണ് നമുക്ക് അതിൻ്റെ കൃഷിയിടം കൂടെ ഒന്ന് പോയി കാണാം ഇപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പാലട എന്ന് പറഞ്ഞ സ്ഥലമാണ് നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ മുന്നിലൊരു അമ്പലം കാണുന്നുണ്ട് നല്ല നെഞ്ചനാട് വളി അല്ലേ ഓ ഓക്കെ ഓക്കെ ആ ആ ബോർഡ് മുകളിൽ കാണുന്നുണ്ട് ഓക്കെ 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 ആ ഇത് ആവലാഞ്ചി റോഡ് ആ സൂപ്പറാണ് കണ്ടില്ല നല്ല രസമുള്ള വ്യൂകളാണ് അവിടെ ഏകദേശം മഴയൊക്കെ മൂടി നിൽക്കുന്നുണ്ട് തോന്നുന്നു മഴക്കാറൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ലക്ഷ്മൺ അണ്ണനെയും കൂട്ടി അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിലെത്തിയിട്ടുണ്ട് ഇനി നിങ്ങൾ എന്താ പിടിക്കുക ഞാനൊന്ന് കയറി വെച്ചവിടുന്ന് ചെറുപ്പം കയറണ അതാ അവിടെയാ അപ്പോൾ പറയല്ല ഇവരുടെ വിശ്വാസപ്രകാരം നമ്മൾ ഈ കൃഷിയിടത്തിലേക്ക് ചെരുപ്പിട്ട് കയറാൻ പാടില്ല അപ്പോൾ ചെരുപ്പ് ഇവിടെ അഴിച്ചു വെച്ചിട്ടാണ് ഞങ്ങൾ കയറുന്നത് ആ പോലാം അപ്പോൾ ചെരുപ്പൊക്കെ ഊരി വെച്ച് ഞങ്ങൾ അണ്ണൻ്റെ കൂടെ ഒരു ഷോർട്ട് വഴി കൂടെ കൃഷിയിടത്തിലേക്ക് കിടക്കുകയാണ് ഓഹോ ഇതിൽ കയറണ അപ്പോൾ നമ്മളെ ലക്ഷ്മൺ അണ്ണൻ്റെ പറമ്പിലേക്ക് നമ്മൾ കൃഷിയിടത്തിലേക്ക് കയറുകയാണ് പക്ഷേ കറക്റ്റ് ഒരു നല്ലൊരു വഴി ഇല്ല ഒരു ഷോർട്ട് വഴിയിലാണ് ഞങ്ങൾ കയറുന്നത് വേറെ വഴിയുണ്ട് അതെല്ലാം കുറച്ച് ദൂരം പോകണം ആ ഇപ്പോൾ ഷോർട്ടിൽ കയറുകയാണ് നമ്മൾ ആ നല്ല വഴി അപ്പുറത്തുണ്ട് കുറച്ച് ദൂരം പോകണം അപ്പോൾ ഇത് എളുപ്പ വഴിയല്ല അപ്പോൾ നമ്മളിതിലോട്ട് കയറിയാണ് നമ്മൾ ആബിദ് സാറിന് കയറാൻ കഴിയുമോ ആ ബീൻസ് ഇതാ അണ്ണർക്ക് ബീൻസ് ഇருக்கு പക്ഷെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ബീൻസ് ഇപ്പോൾ അണ്ണൻ പറയുന്നത് മഴ ജാസ്തിയായി പോയി ഓ അപ്പടിയാ വെള്ളം ജാസ്തിയാണ് ആ അപ്പോൾ മഴ ശക്തിയായിട്ട് പെയ്ത കാരണം ചെടികളൊക്കെ കുറച്ച് നശിച്ചു പോയി ആ അതുകൊണ്ട് ബീൻസും കുറച്ച് വിളവ് കുറവാണ് അതുപോലെ ചെടികളും തന്നെ വലിയൊരു കരുത്തൊന്നുമില്ല ഇതിപ്പോൾ ചിന്നത് ആ നട്ടിട്ടുള്ളൂ അല്ലേ ആ ഓക്കെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതിൽ ചെറിയ അടുത്ത് കാണിച്ചാൽ കാണാൻ പറ്റും പച്ച കളറിൽ കാണുന്ന തൈ നട്ടത് നെല്ല് കതിർമാതിരി വെളുത്തുള്ളിയാണിത് വെളുത്തുള്ളിയുടെ കൃഷിയാണ് പക്ഷേ ഇപ്പം നട്ടിട്ടുള്ളൂ മുളച്ചു വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ അതിൻ്റെ ഇത് കാണാൻ പറ്റില്ല ഓക്കെ ഇപ്പം നമ്മൾ ഇതെന്ന ക്യാബേജാ തർണപ്പിഞ്ച് പറഞ്ഞാൽ എന്താ ആബിദ് സാറിന് അറിയോ തർണപ്പിഞ്ച് മലയാളത്തിൽ തന്നെ ചൊല്ലും പറിക്കണ്ട മുള്ളങ്കിയാ റെഡ് റാഡിഷ് അല്ലേ അത് നിങ്ങൾ ക്യാമറ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്താൽ കാണാൻ പറ്റും
ഇതാ കണ്ടില്ലേ, ഇതാ ഈ സാധനം അല്ലേ, റെഡ് റാഡിഷ്. നമുക്ക് ഓക്കെ, ഇതെന്താണ്? നൂൽക്കോൽ. ഇതെന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒക്കെ ബിരിയാണി കിടന്നത്. ഇത് മോളെ இந்த இலை பார்த்தா அது கேபேஜ் மாதிரி இருக்கு. லீஃபு ஒரு மாதிரி இருக்கு. வெவ்வேறு. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിപ്പോൾ ഒരു എത്ര നാൾക്ക് അപ്പുറം? 30 days முடிஞ்சால் ഇത് പറിக்கலாம். അതെല്ലാം ഓക്കെ. അപ്പോൾ നമ്മൾ കാണാൻ ഏറ്റവും ആഗ്രഹിച്ച ഒരു സാധനത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എന്താണ് നമുക്കൊന്ന് കാണാം. ക്യാരറ്റാണ് അല്ലേ അണ്ണാ? ക്യാരറ്റാണ്. അങ്ങ് ഇരിക്കതാ, എൻ്റെ അടി കണ്ടില്ല മണ്ണ്. അണ്ണാ നമുക്ക് പറിക്കണ്ട വരും. ഇതിപ്പോൾ നട്ടത് എത്ര മാസം വെച്ചാണ്? 40 days முடிஞ்சு 40 daysல எடுத்துடலாம். அப்புறம் நல்ல இதாக வரும். 80 நாள் 80-90 நாளுக்குள்ளே எடுத்துடலாம். அதுக்கப்புறம் போனால் அது மூப்பு கூட வரும், அழுகிடும். ஓகே ஓகே. அது என்ன சொல்லுவோம் மலையாளத்தில்? சரி, கெட்டு போயிடும். ഓക്കെ, മനസ്സിലാകും സാർ. അത് കീഴിലേക്ക് വന്ന് നമ്മളിപ്പോൾ അപ്പോൾ കാട്ടും. ക്യാരറ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കാണാൻ ഇഷ്ടപ്പെട്ടതും അത് കണ്ടു. ക്യാരറ്റിൻ്റെ തോട്ടമാണ്. നല്ല സൂപ്പർ രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. കണ്ടില്ലേ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അതിനേക്കാളും ഭംഗിയാണ്. നല്ല സൂപ്പർ സ്ഥലമാണ് അവിടെ. ഇപ്പം ഈ കാണുന്നത് എന്താണെന്ന് പറഞ്ഞ്? വെള്ളമുള്ളങ്കി. വെള്ളമുള്ളങ്കി. നമ്മൾ വൈറ്റ് മുള്ളങ്കി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് നമുക്ക് ക്യാമറ വെച്ച് കാണാൻ പറ്റും. അണ്ണൻ നമുക്ക് വേണ്ടിയിട്ട് എല്ലാ ഹെൽപ്പും ചെയ്തു തരുന്നുണ്ട്. കണ്ടില്ലേ, ഇതാ ഒന്ന് നോക്കൂ, കണ്ടില്ലേ, വൈറ്റ് മുള്ളങ്കി അല്ലേ. നല്ല രസമുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട് ചെടി. ബീട്രൂട്ടാണ് നമ്മൾ കാണുന്നത്. ഇത് ഇപ്പോൾ നമ്മൾ ഇത് ബീട്രൂട്ടാണ് അല്ലേ? ബീട്രൂട്ട്, നല്ല സൂപ്പർ ബീട്രൂട്ടാണ് നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലേ. നല്ല രസമുണ്ട്. എന്നതാ ബീട്രൂട്ട് പറിക്കണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. കുറച്ചുകൂടെ ഒന്ന് സൂം ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. അടുത്തേക്ക് പോയല്ലേ. ഇതിപ്പോൾ എത്ര ദിവസമായി? 40 days. ഇത് ഒരു 40 days, 2 ദിവസമായി. മുള്ളങ്കി ഇതെല്ലാം ഒരു 30 days, ഒരു മാസത്തോടെ പറഞ്ഞാൽ എടുக்கலாம். ടോട്ടൽ 70-80 days. ഓക്കെ ഓക്കെ. കണ്ടില്ല, നമുക്ക് കാണാം നല്ല സൂപ്പർ ബീട്രൂട്ട്. ഇതിപ്പോൾ ഒരു മാസം കൂടെ കഴിഞ്ഞിട്ട് നമുക്കത് എടുക്കാം. ഒരു മാസം കഴിഞ്ഞാൽ എടുക്കാം അല്ലേ? ഓക്കെ ഓക്കെ. ഇതെന്താ ആണ് ഇതിന്റെ പേര് പറഞ്ഞേ? ഇത് കസ്തൂരി മേത്തി, മട്ടൺ കുളമ്പുക്ക് ഇത് ഇടുന്നത്. ഓക്കെ ഓക്കെ, കസ്തൂരി മേത്തി. കസ്തൂരി മേത്തി മട്ടனுக்கு நல்ல പനീർ ബട്ടർ മസാല, മട്ടൺ, ചിക്കൻ எல்லாமே இது உன்னுடைய നല്ല ടേസ്റ്റ് இருக்குமா? ഓ. ഇതിനിപ്പോൾ മലയാളത്തിൽ എന്താ നമ്മുടെ നാട്ടിൽ പറയാന്ന് അറിയില്ല. റെഡ് മുള്ളങ്കി അല്ലേ? ഇപ്പം നമ്മൾ നേരത്തെ കണ്ട മുള്ളങ്കി വൈറ്റ്, ഇത് റെഡ്. ലീഫെല്ലാം പാത്താ സെയിം ആയിരിക്കും. അപ്പോൾ മുരട്ടിൽ മുക്കിയാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല, നമുക്ക് കാണാം. ഇതാ ചിത്രത്തിൽ നമുക്ക് കാണാം, വീഡിയോയിൽ നല്ല സൂപ്പറായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ അണ്ണന് നല്ല ഉഷാറായിട്ട് അടുത്ത കൃഷി എടുക്കാൻ കടവുകൾ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. ഇപ്പോൾ നമ്മുടെ അണ്ണൻ്റെ കൃഷിയിടത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ ഒരുപാട് ഐറ്റംസ് നമ്മൾ കണ്ടു. പച്ചക്കറി, ക്യാരറ്റ്, മുള്ളങ്കി, വൈറ്റ്, റെഡ്, അതുപോലെ ബീട്രൂട്ട്, വെളുത്തുള്ളി, അല്ല പുറകിൽ കാണുന്നതൊക്കെ കൃഷികൾ തന്നെയാണ്. നല്ല സൂപ്പർ സ്ഥലമാണ്. അതുപോലെ തന്നെ നല്ല പച്ചക്കറികളൊക്കെ ആയിട്ട്
പിന്നെ കുറഞ്ഞ ഭാഗങ്ങളൊക്കെ നേരത്തെ പറഞ്ഞില്ല, മഴ നല്ല ശക്തമായ മഴ കാരണം കൃഷിയൊക്കെ നശിച്ചു പോയി. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളുണ്ട്, അത് കണ്ടില്ലേ. രസകരമായ കാഴ്ച എന്ന് വെച്ചാൽ ഈ നല്ല ഭംഗിയുള്ള കുന്നും മലകൾക്ക് ഇടയിൽ കണ്ടില്ലേ ഒരു കോളനി മാതിരി ഇതായി കാണുന്ന മുഴുവൻ വീടുകളാണ്, അടുത്തടുത്തടുത്തായിട്ട് ഒക്കെ വീടുകളാണ്. നല്ല രസമാണത്. ഇടത്തിൽ നല്ല സൂപ്പർ വെള്ളമുണ്ട്, மினரல் வாட்டர். മിനറൽ വാട്ടർ, നാച്ചുറൽ വാട്ടർ. ஆமாம், நேச்சுரல். ഇപ്പോൾ നമ്മളെ ലക്ഷ്മണണ്ണൻ്റെ കൃഷികളൊക്കെ കണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പച്ചക്കറിയും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ട്. വളരെ രസകരമായൊരു കാര്യമാണത്. അപ്പോൾ അത് ഊട്ടിയിൽ വന്നിട്ട് അതെങ്കിലും കാണാതെയും എടുക്കാതെയും പോകാറ് വലിയ വിഷമമാണ്. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. ആ സന്തോഷത്തിലാണ് ഞാനുള്ളത്. നിങ്ങളും ആ സന്തോഷത്തിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോയുടെ പകുതി ഭാഗം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതുകൂടെ ഒന്ന് കാണും. மருந்தடிக்க இதெல்லாம் நானே பார்த்துப்போம். பெரிய வள்ளி வேணாம், கிழங்கு வைக்கணும். അപ്പോൾ ഏകദേശം ഈ ഒരു ദിവസത്തെ നമ്മുടെ ഊട്ടി യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഏകദേശം ഒരു 6:30 അടുത്ത് വൈകുന്നേരം. നല്ല സൂപ്പർ കാഴ്ചകളാണ് കണ്ടില്ല. ഇവിടെയൊക്കെ വണ്ടി നിർത്തി ഇതൊക്കെ എടുക്കണം, പക്ഷെ സമയമില്ല. പിന്നീട് ഒരിക്കൽ വന്ന് നമുക്ക് ഊട്ടിയുടെ ഒരുപാട് ഭാഗങ്ങൾ കാണുകയും പകർത്തുകയൊക്കെ ചെയ്ത് നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ തൽക്കാലം ഇന്നത്തെ യാത്ര അവസാനിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഊട്ടിയിലെ ഈ ഒരു ദിവസത്തെ യാത്ര വളരെ ചുരുങ്ങിയ ചെറിയ യാത്രയാണ്. അപ്പോൾ നമ്മൾ മെയിൻ ടൂറിസ്റ്റ് സെൻറ്ററിലേക്കൊന്നും പോയിട്ടില്ല. ആ വരുന്ന വഴിയുള്ള ആ വ്യൂ പോയിൻ്റ്, ആ സൈഡ് വ്യൂസ്, അതാണ് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇന്നിപ്പോൾ കണ്ട ഈ പച്ചക്കറി കൃഷിയും അതിനോടനുബന്ധിച്ച കാര്യങ്ങളും. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം.